Hi friends, welcome back to Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നലെ നമ്മൾ നിന്നക്കോയുടെ NFT ഗെയിമിനെ കുറിച്ച് സംസാരിച്ചിരുന്ന ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നിന്നക്കോ ആ ഒരു NFT ക്യാരക്ടറിനെ വാങ്ങിയാൽ അതിനെ ബ്രീഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കിന്ന് നോക്കാം. അത് എന്തിനാണ് ബ്രീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ രണ്ടോ അതിലധികമോ NFT നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പൈസ ഉപയോഗിച്ചിട്ട്, അതായത് കുറച്ച് വാങ്ങുന്നതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് അതിനെ ബ്രീഡ് ചെയ്തെടുക്കാം. ബ്രീഡ് ചെയ്ത് പുതിയ ഒരു NFT അല്ലെങ്കിൽ ഒരു ബേബി NFT ആക്കി നമുക്ക് എടുക്കാം. അത് 6 ദിവസത്തിനുള്ളിൽ മെച്യൂർഡ് ആവും. 6 ദിവസം കഴിഞ്ഞ് മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഒന്നുകിൽ മാർക്കറ്റിലിട്ട് അപ്പോഴത്തെ റേറ്റിന് സെല്ല് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഗെയിമിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് 4 NFTs ആണ് ഇവിടെ ഉള്ളത്. ഞാൻ 4ഉം ഓരോന്നും പല വിലയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് 0.43 BNBക്കാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ട്, നമുക്ക് അതിൻ്റേതായ വിലയുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കുന്നത് ഈ ഒരു സംഭവത്തെ, അതായത് ഈ രണ്ടാമത് കാണുന്ന ഈ 2 സാധനത്തെ നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ആദ്യം ഇത് ബ്രീഡ് ചെയ്യാനുള്ള കാര്യം, ഇത് രണ്ടും വിൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു ടീം നമുക്ക് ഒരേ ഫാക്ഷനിൽ വരുന്നതാണെങ്കിൽ നമുക്ക് അതിന് റിവാർഡൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതലായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫാക്ഷൻ വരുവാണെങ്കിൽ, വിൻഡ് ക്ലാസ് വരുവാണെങ്കിൽ സപ്പോർട്ട് ബ്രീഡ് 0 ഔട്ട് ഓഫ് 6. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അതായത് ഇതേവരെ ഇതിനെ ബ്രീഡ് ചെയ്യാത്തതാണ്. ബ്രീഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 0-ലുള്ളതിന് ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് മാറ്റ എക്സ്പെൻസ് ആവും, ബ്രീഡ് ചെയ്യാൻ എക്സ്പെൻസ് ആവുമെങ്കിൽ അത് 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാവും, 2 ആയി കഴിഞ്ഞാൽ അതിൻ്റെ 2 ഇരട്ടിയാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ 2ഉം 3ഉം ഉള്ളത് ആളുകൾ വാങ്ങാൻ മടിക്കുന്നത്? ഇപ്പോൾ ബ്രീഡ് ചെയ്യാനുള്ളതാണെങ്കിൽ ആളുകൾക്ക് ഒരു മടിയായിരിക്കും, കാര്യം എക്സ്പെൻസ് കൂടുതലാണ് ഇത് ബ്രീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് 0 ആണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രം മതിയാവും. അപ്പോൾ ഞാനിവിടെ അത് എടുക്കുമ്പോൾ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, 2 അല്ല 3 ഓപ്ഷൻ ഉണ്ട്. സെല്ല്, ബ്രീഡ്, ഗിഫ്റ്റ്. സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ മാർക്കറ്റിൽ ഇട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. ബ്രീഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം 350 കോയിൻ വേണം നമുക്കിത് ബ്രീഡ് ചെയ്യാൻ. അതുപോലെ തന്നെ 3600 കോയിൻ വേണം നമുക്ക് ബ്രീഡ് ചെയ്യാം ഒരെണ്ണത്തിന്. അപ്പോൾ രണ്ടാമത്തത് കൂടെ വരുമ്പോഴത്തേന് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തത് ഞാൻ ഈ കാറ്റഗറിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 350 നിനോ കോയിനും അതുപോലെ തന്നെ 7200 മാറ്റയും നമുക്ക് ആവശ്യമുണ്ട്. 350 നിനോ കോയിനാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്. അതിൽ വെറും 58 മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ 7200 മാറ്റ ആവശ്യമുള്ളിടത്ത് നമ്മുടെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിതിന് വാങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് പാൻകേക്ക് സ്വാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് നമ്മളുടെ വാലറ്റ് നമ്മൾ മെറ്റമാസ്കിലേക്ക് കണക്ട് ചെയ്യുക. അത് സിമ്പിളാണ്. വാലറ്റ് എന്നുള്ള പറയുന്ന ഓപ്ഷൻ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാലറ്റുമായിട്ട് അത് കണക്റ്റ് ആവും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് സ്വാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, ആദ്യം കാണുന്നത് BNB എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ സെലക്റ്റഡ് ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിനോയുടെ അഡ്രസ്സോ അതല്ല മാറ്റയുടെ അഡ്രസ്സോ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അത് ഞാൻ നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതിന് പേസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്സ്. അതല്ലെങ്കിൽ നമുക്ക് ആ പേര് കൊടുത്താലും മതി. പക്ഷേ നമ്മൾ ഈ ഒരു അഡ്രസ്സ് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കറക്റ്റ് ടോക്കൺ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് കൊടുത്തു. അത് കൊടുത്തിട്ട് നമുക്കിവിടെ വേണ്ടിരുന്ന നിനോ എത്ര ആയിരുന്നു എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നമുക്കിവിടെ വേണ്ടുന്നത് 350 നിനോ ആണ് വേണ്ടത്. അപ്പോൾ 350 എന്ന് നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനാവുന്ന എമൗണ്ട് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്വാപ്പ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സ്വാപ്പ് കൊടുക്കുക. ഇത് കൺഫേം ചെയ്യാം. സ്വാപ്പ് കൺഫേം ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ മെറ്റാമാസ്കിൽ അത് കൺഫർമേഷൻ ഇത് വരും, പോപ്പപ്പ് വരും. അവിടെയും കൺഫേം കൊടുക്കുക. അപ്പോൾ അത് ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇവിടോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ
ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ അപ്ഡേറ്റ് ആവേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യട്ടെ. ഇപ്പോൾ വന്നിട്ടുണ്ട്, 408 നിനോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ 7200 മാറ്റയാണ്. അപ്പോൾ 7200 മാറ്റ നമുക്ക് ഇവിടെ ഇത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഗെയിൻ ഇവിടെ സെലക്ട് ടോക്കൺ എന്ന് പറയുന്നിടത്ത് പോയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ മാറ്റയുടെ അഡ്രസ്സ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ എത്ര വേണ്ട അതിൻ്റെ അളവ് കൊടുക്കുകയാണ്. 7200 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അത് വന്ന ഉടനെ നമ്മൾ കൺഫേം സ്വാപ്പ് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മെറ്റമാസ്ക് കൺഫർമേഷൻ ചോദിക്കും. അത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം നിനക്കോ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് എൻട്രി കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ആ മാറ്റ കുറച്ച് നേരത്തിനുള്ളിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതേവരെ വന്നിട്ടില്ല. ഒരു 10-20 സെക്കൻഡ് എടുക്കാം. അത് വളരെ പെട്ടെന്ന് ഇപ്പോൾ അതാണ്ട് ഇവിടെ കാണാം 7200 മാറ്റ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബ്രീഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇൻവെൻട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ 2 സാധനങ്ങളെയാണ് ബ്രീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടിയായിരിക്കും നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ലൈവായിട്ട് നമ്മളുടെ ഇതിൽ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഇത് ബ്രീഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനെ സെലക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ബ്രീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 350 നിനോ ആണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. സെക്കൻഡ് നിനോ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. അത് നമ്മൾ ഇത് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ആവുന്നത് 7200 ആണ്. അപ്പോൾ ബ്രീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൊടുക്കാൻ പോവുകയാണ്. അത് കൊടുത്തു. വീണ്ടും കൺഫർമേഷൻ നമ്മളുടെ മെറ്റാമാസ്കിൻ്റെ ഇത് കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് കൺഫേം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട് ബ്രീഡിങ് ഈസ് ഇൻ പ്രോസസ്, യുവർ ബേബി നിന്നക്കോ വിൽ ബി ഇൻ യുവർ ഇൻവെൻട്രി വെൻ ദ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ യുവർ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു ലക്ക് ഫാക്ടർ കൂടാണ്. ഈ 2 ഇതിനൂടെ വന്നിട്ടുള്ള ആ ഒരു ബേബി എന്താണെന്ന് പോലും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. അത് കാണാം, നമുക്ക് അത് ആക്ച്വലി ഞാനും ഒന്ന് എക്സൈറ്റഡ് ആണ് ഏതായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് പോകേണ്ടത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഇൻവെൻട്രിയിലേക്ക് പോകുമ്പോൾ എനിക്കിവിടെ ഇവിടെ വരേണ്ടതാണ്. ഇവിടെ മിക്കവാറും ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ആ ബേബി ഇവിടെ വരും. ഇപ്പോൾ ന്യൂ ബോൺ ബേബി വന്നത് ദാണ്ടെ ഇദ്ദേഹമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോക്കുമ്പോൾ ദാണ്ടെ ഇതാണ് അച്ഛനും അമ്മയും. ഇവരുടെ ഒരു ഏകദേശം കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ ഇതിൻ്റെ ബാക്കിയുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ടാണ് നമുക്കിത് വന്നിട്ടുള്ളത്. വിൻഡ് സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. 26 സെക്കൻഡാണ്. പക്ഷേ ഇത് നമുക്ക് അഡൽട്ട് ആവണമെങ്കിൽ 6 ദിവസം എടുക്കും. ഈ 6 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഗെയിമിനകത്ത് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് മൈൻ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ദിവസവും നമുക്ക് ടോക്കൺ ഈ മാറ്റ ടോക്കൺ തരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോഴേ പറ്റൂ. പക്ഷെ വേണമെങ്കിൽ നമുക്കിതിപ്പോൾ സെൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. കഴിവുകൾ പറയുന്നത് ഡീൽ ഡാമേജ് 180% അറ്റാക്ക് ഡ്യൂ ടു 20 സ്പീഡ് ഇൻ 2 റൗണ്ട് നിയറസ്റ്റ് വെർട്ടിക്കൽ എനിമീസ്. കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് വെൻ ടേക്കിംഗ് ഡാമേജ് ഡീൽ ഡാമേജ് 100% അറ്റാക്ക് ഇഫ് യുവർ ആമർ ഈസ് ഹയർ ടു അറ്റാക്കർ. ഓക്കെ. പിന്നെ മൂന്നാമത്തത് ഇൻക്രീസ് 15% ഡാമേജ് റിഡക്ഷൻ 15% ഇമ്മ്യൂണിറ്റി. പിന്നെ നാലാമത്തെ അറ്റ് ദ ബിഗിനിങ് ഓഫ് റൗണ്ട് ഇൻക്രീസ് ഡാമേജ് 5% അറ്റാക്ക് ഓൺ ക്രൗഡ് കൺട്രോൾഡ് എനിമീസ് ഇൻ 1 റൗണ്ട്. ഓക്കെ. ഓവറോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. എന്നാലും വാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു നമ്മുടെ ഇതല്ല. കാര്യം വലിയൊരു എക്സ്പെൻസ് അല്ലാത്ത ഒരു 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 ഇതാണ് ഇപ്പോൾ നിന്നൊക്കെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. എനിവേ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇത് 2 ഇപ്പോൾ 1 ബ്രീഡ് സ്റ്റേറ്റസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക്
ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ന്യൂ ബോൺ ആയിട്ട് ദാണ്ട് ഇവിടെ സെല്ല് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രൈസ് പറയാം. ആ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമുക്ക് ഒരു നിന്നെക്കോ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.